ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ തിരുവചന വായനയ്ക്കും ധ്യാനത്തിനുമായി നമുക്കേവർക്കും ഒന്നിച്ചു കൂടി വരുവാൻ ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 76 മുതൽ 78 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 21 അധ്യായം 15 വാക്യം. നാബോത്ത് ജീവനോടെ ഇല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപം മുന്തിരിത്തോപ്പുണ്ടായിരുന്ന ഇസ്രായേല്യനായ ഒരു ഭൂ ഉടമയായിരുന്നു നാബോത്ത്. വില കൊടുത്തോ പകരം സ്ഥലം നൽകിയോ ആ മുന്തിരിത്തോട്ടം അവകാശമാക്കുവാനായി ആഹാബ് രാജാവ് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും സ്വഭാവശുദ്ധിയില്ലാത്ത രാജാവായിരുന്നു ആഹാബ്. തൻ്റെ ഭാര്യയായ ഇസബേലിൻ്റെ സ്വാധീനത്താൽ ബാലിന് ക്ഷേത്രം പണിയുകയും അതിനെ ആരാധിക്കുകയും ബലിപീഠം നിർമ്മിക്കുകയും അവിടെ യാഗങ്ങൾ അർപ്പിക്കുകയുമൊക്കെ ചെയ്തു വന്നിരുന്നു. ഇതിനിടയിലാണ് രാജാവായിരുന്ന ആഹാബിൻ്റെ ദൃഷ്ടിയിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കാണുവാൻ ഇടയായത്. ഈ ഒരു സംഭവത്തിൽ നിന്നും നാബോത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി, രാജാവിൻ്റെ ആവശ്യം നിരാകരിക്കുന്ന നാബോത്ത്. ആഹാബ് ഇപ്രകാരമാണ് നാബോത്തിനോട് ചോദിക്കുന്നത്: നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം. അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം എന്ന് പറയുന്നു. ഇവിടെ തൻ്റെ പിതാക്കന്മാരുടെ അവകാശ ഭൂമി കൈമാറുവാൻ നാബോത്ത് വിസമ്മതിക്കുന്നു. നാബോത്ത് പറയുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറയുന്നുണ്ട്. പാരമ്പര്യമായി തനിക്ക് ലഭിച്ച അവകാശം ഒന്നിനും വേണ്ടി അടിയറവ് വയ്ക്കുവാൻ നാബോത്ത് തയ്യാറാകുന്നില്ല. ഒരു നേരത്തെ വിശപ്പടക്കുവാനായി തൻ്റെ ജ്യേഷ്ഠ അവകാശം വിട്ടുകൊടുക്കാൻ തയ്യാറായ ഏശാവിന് മുന്നിൽ നാബോത്തിൻ്റെ ധീരതയും പിതാക്കന്മാരോടുള്ള വിശ്വസ്തതയുമാണ് ഇവിടെ നമുക്ക് വെളിവാകുന്നത്. രണ്ടാമതായിട്ട്, കുറ്റാരോപിതനായി തീരുന്ന നാബോത്ത്. ആഗ്രഹഭൂമി ലഭ്യമാകാതെ വ്യസനിതനായി തീർന്ന ആഹാബിന് രാജ്ഞിയായ ഇസബേൽ രാജാധികാരവും നഗരപിതാക്കന്മാരുടെ പിന്തുണയും ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനയുന്നു. തുടർന്ന് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിക്കുന്നു. അങ്ങനെ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടായത്. ജീവിത അവസാനം വരെ തൻ്റെ അവകാശ ഭൂമിക്കായി നിലനിന്ന വ്യക്തിയായിരുന്നു നാബോത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു നാബോത്ത്. ദുഷ്ടതയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും പ്രതീകമായി ഇസബേലിനെയും ആഹാബിനെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയ ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിലെ അവകാശ ഭൂമി എന്നത് നിത്യതയ്ക്കുള്ള പ്രത്യാശയാണ്. നാബോത്ത് തനിക്ക് പിതാക്കന്മാരായി അഥവാ പാരമ്പര്യമായി കിട്ടേണ്ടിയിരുന്ന അവകാശത്തിനായി കാത്തിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ അനുഭവത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ നിത്യതയ്ക്കായി പ്രത്യാശയോടെ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.